വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കെ.ആർ. മീര എഴുതിയിട്ടുള്ള കലാച്ചി എന്ന നോവലാണ്. 2026 ആദ്യമായിട്ട് ഒരു ബുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചത് കലാച്ചി വായിച്ചിട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഒരുപാട് നീണ്ടുപോയി. ഞാൻ ആ ക്രിസ്മസ് ഗിവ് അവേ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഇട്ടില്ല. പിന്നെ എന്താണ് ഇനി ഞാൻ എന്താ പറയുക, വീഡിയോയ്ക്ക് മുന്നേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗിവ് അവേയുടെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് കാത്തിരിക്കുക. നിങ്ങൾ ഇനി ആരെങ്കിലും കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരെങ്കിലും കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് കലാച്ചി എന്ന് പറഞ്ഞ നോവലിലേക്ക് വരാം. കലാച്ചി കസഖസ്ഥാനിലെ ചെറിയ ഒരു ഗ്രാമമാണ്. അവിടെ സ്ലീപ്പ് ഹോളോ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ കോവിഡ് വൈറസ് പോലെ ഒരു വൈറസ് തന്നെയാണ് ഇതിനെ ഇതാക്കുന്നത്. മാർച്ച് 2013 ഇത് ബാധിച്ചിരിക്കുന്നത്. അവിടെ 152 പേരാണ് ഈ രോഗം ബാധിച്ച് മരിച്ചിട്ടില്ല. മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം ബാധിച്ച് ചിലർ അക്രമാസക്തരാകും, അവർക്ക് എനർജി കൂടുകയും അപ്പോൾ അങ്ങനെ അവർ എന്താ പറയുക, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് വീഴുക, പിന്നെ അപസ്മാരം വരിക, അങ്ങനെയൊക്കെയാണ് മരണം ആയിട്ട് വരുന്നത്. അല്ലാതെ ഈ ഉറങ്ങിക്കിടക്കുന്നത്, അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമാണ് ഉറക്കം. ചിലർ 5 ദിവസമാവും, ചിലർ 10 ദിവസമാവും. അപ്പം അങ്ങനെ പക്ഷേ അങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര എനർജിയും ചിലർ ഭയങ്കര അക്രമാസക്തരാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കസക്കിസ്ഥാനിലെ കലാച്ചി എന്ന് പറഞ്ഞ ആ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു വൃത്തം പറയാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിനോപ്സിസ് പറയുകയാണെങ്കിൽ, ഡോക്ടർ ഫിദ ഫാസില മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ്. ആൾ പൊളിറ്റിക്കൽ ഇതാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. അവളൊരു പൊളിറ്റിക്കലായിട്ട് ഉള്ള ഒരു പ്രൊഫസറാണ്. എനിക്കിത് വായിച്ചപ്പോൾ JNUവിലത്തെയൊക്കെ പോലത്തെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയിലാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇതാക്കണം. അവൾക്ക് ആലിയ, ബൃന്ദ, അപൂർവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ്. അപ്പോൾ അവളൊരു 14 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ പ്രണയിച്ചിരുന്ന നിസാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെയാണ് അവൾ കല്യാണം. അവളുടെ സീനിയർ ആയിരുന്നു. അപ്പോൾ അവർ പക്ഷേ ഭയങ്കരമായിട്ട് അവധ് മുസ്ലിം എന്ന് പറയുന്നിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ. അവർ ഭയങ്കരമായിട്ട് ഒരു ഫെനറ്റിക്, അല്ലെങ്കിൽ മതം മൗലികമായിട്ട് അത്രയും മതത്തിനെ കൊണ്ട് നടക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവളുടെ അബ്ബാജാനും, അതായത് ഈ നിസാമിൻ്റെ അബ്ബാജാൻ, ഇവളുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഫിദയുടെ ഉമ്മിച്ചയും വാപ്പിച്ചയും ഒക്കെ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ളത് മതം എന്നുള്ളത്. അതായത് ഇതിനകത്ത് ഇവളുടെ വാപ്പിച്ച ഈ മതം എന്നുള്ളത് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതല്ലാതെ അതിലുള്ള തീവ്രവാദപരമായിട്ടുള്ളതും, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെയും അങ്ങനെയൊക്കെ ഉള്ളതിനെ എതിർക്കുന്ന, കുറച്ചൊക്കെ ലിബറൽ ആയിട്ടുള്ള മതമാണ് നല്ലത് എന്ന് പറഞ്ഞു വാദിക്കുന്ന ഒരു ആളാണ് ഇവളുടെ വാപ്പിച്ച. അങ്ങനെ ഇവളുടെ ഉമ്മിച്ചയും വാപ്പിച്ചയും ഒക്കെ ഇവളേനും ഭയങ്കര സ്വതന്ത്രയായിട്ട് മതത്തിൽ കെട്ടിയിടാതെയാണ് വളർത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവൾക്ക് അക്സ ആൻഡ് എലീസ എന്ന് പറഞ്ഞ 2 പെൺകുട്ടികൾ ഉണ്ടാവുകയും, അപ്പോൾ ഇവളുടെ അമ്മായിമ്മയുണ്ട്. അമ്മായിമ്മ കുറച്ചും കൂടിയും ഇതുപോലെ ലിബറൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവൾ ഉമ്മീജാൻ എന്ന് പറയുന്ന ആൾക്ക് കല്യാണം കഴിഞ്ഞ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് അത് നടക്കാതെ, അതുകൊണ്ട് ഇവളോട് അത് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ പഠിക്കുന്നുണ്ട്. ഇവൾ PhD റിസർച്ച് PG ചെയ്യുന്നതിന്, ഇതൊക്കെ കുട്ടികളുടെ ഉണ്ടാവുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഈ 2 കുട്ടികളായതിനു ശേഷം ഒരു ആൺകുട്ടി വേണമെന്നും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മീജാൻ മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത്രയും നാൾ അധികം സംസാരിക്കാതെ, മീൻസ് ഇങ്ങനെ എതിർക്കാതിരുന്ന അബ്ബാജാൻ ഉമ്മിജാൻ അവിടെ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഭാര്യ എന്ന് പറഞ്ഞാൽ. അതായത് അമ്മായിയമ്മ ഭയങ്കര, പക്ഷേ അമ്മായിയമ്മ മരിച്ചതോട് കൂടിയിട്ട് അമ്മാനപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവള് ഹിജാബ് ധരിക്കണം, നിസ്കരിക്കണം, അങ്ങനത്തെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ, കുട്ടികളെ ഇട്ടിട്ട് പുറത്ത് പഠിക്കാൻ പോവുക, ഇതിനൊക്കെ എതിരായിട്ട് വന്നു. അങ്ങനെ നിസാമുമായിട്ട് എതിർത്തിരിക്കുമ്പോഴാണ് ഈ അബ്ബാജാനിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനായിട്ടുള്ള ഇജാസ് അലിയുമായിട്ട് അപ്പോൾ ഇജാസ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 വർഷത്തോളം ജയിലിൽ കിടന്നതാണ്. അതായത് തെറ്റായ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ജയിലിൽ കിടന്നതാണ്. അവസാനം കേസൊന്നുമില്ലാതെ 15 വർഷത്തിന് ശേഷം ജയിൽ മോചിതനാവുകയാണ് ചെയ്യുന്നത്. കേസൊക്കെ തേച്ച്
മാച്ചു കഴിഞ്ഞു. കാരണം തെളിവുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇജാസ് അലീനെ, അങ്ങനെ ഇജാസ് അലിയുടെ ഇജാസ് അലി വന്ന് ഇവളെ പോലെ തന്നെ പഠിക്കുകയും PhD ചെയ്യുകയും ഡിഗ്രി എടുക്കുകയും ഒക്കെ ആ ജയിലിൽ വെച്ച് തന്നെ അദ്ദേഹം പഠിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇതിനകത്ത് പറയുന്നത് ഫിദ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സാപ്പിയോ സെക്ഷൽ ആണെന്ന് പറഞ്ഞത്. സാപ്പിയോ സെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനെയും അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും മറ്റേ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത് അവരുടെ ബുദ്ധി, അവരുടെ വിവരവും അവരുടെ നോളജും ഇല്ലാണ് നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത്. അല്ലാതെ അവരുടെ രൂപഭംഗി, അയാൾ കറുത്തിരുണ്ട് വൃത്തികേടായിട്ടിരുന്നാലും സൗന്ദര്യമില്ലാത്തവനായാലും മീൻസ് നോർമൽ ഫിസിക്കൽ അപ്പിയറൻസ് ഹാൻസം അല്ലാത്ത ഒരാളാണെങ്കിലും അയാൾ ഇൻ്റലിജൻ്റ് ആണ്, അയാൾക്ക് അത്രയും വിവരമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് അട്രാക്റ്റ് ആവുന്ന ഓപ്പോസിറ്റ് സെക്സ്, അതായത് പെണ്ണിനോടായാലും ആണിനോടായാലും അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുന്നതിനെയാണ് സാപ്പിയോ സെക്ഷൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ സാപ്പിയോ സെക്ഷൽ ആയിട്ടുള്ള, അപ്പോൾ ഇവൾക്ക് ഇജാസ് അലിയുടെ ബുദ്ധിയും വിവരവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ നിസാം എന്ത് പറയുക, ഈ അബ്ബാജാൻ്റെ മീൻസ് ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളേനെ സപ്പോർട്ട് ചെയ്യാതെ അബ്ബാജാൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ നിസാം പറയുന്നത് ഉമ്മി മരിച്ചതുകൊണ്ട് അബ്ബാജാൻ ആകെ തകർന്നിരിക്കുകയാണ്, അപ്പം നീ അബ്ബാജാൻ പറയുന്നത് അനുസരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവള് എന്താണ് അവിടെ നിന്ന് പിരിഞ്ഞ് ഇജാസ് അലിയോട് കൂടെ ചേരുകയാണ്. ഇജാസ് അലിയുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഇജാസ് അലി ഒരു PhD പ്രോജക്റ്റ്, അതായത് സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റഫർ ഇൻ ഫെയറി ടെയിൽസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ വായിക്കുന്ന യക്ഷിക്കഥകൾ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഫെയറി എന്ന് പറഞ്ഞാൽ യക്ഷി എന്നാണ് മലയാളത്തിൽ വരുന്ന ഇത് വരുന്നത്. ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നത് മലാഗ മീൻസ് ഫെയറീസ് അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഈ മലയാളത്തിൽ യക്ഷിക്കഥ എന്നാണ്. ഇജാസ് അലിയുടെ PhD തീസിസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ USSR അല്ലെങ്കിൽ കസക്കിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ ഇജാസ് അലി അവിടെ ഈ രോഗം ബാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവള് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അന്വേഷിച്ചു പോവുകയാണ്. അത് കോവിഡിൻ്റെ ടൈമാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദുരന്തങ്ങൾ സഹിച്ചിട്ടാണ് കസഖ്സ്ഥാനിലെത്തുന്നത്. ആ കസഖ്സ്ഥാനിൽ എത്തുമ്പോൾ അവളുടെ ദുരിതങ്ങളും അതായത് ഫിദ മുഹമ്മദിൻ്റെ ദുരിതങ്ങളും അവൾ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും എല്ലാമാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവസാനം അവൾ ഇജാസ് അലിയെ കണ്ടുമുട്ടുമോ എന്തൊക്കെയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയാം. ഇനി ഇതിനകത്ത് എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇതിനകത്ത് എനിക്ക് വായിച്ചിട്ട് തീർക്കാൻ പറ്റാതെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോവുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പേജസ് കളയാൻ എനിക്കറിയൂല. എനിക്ക് വായിക്കുമ്പോൾ എല്ലാ വരികളും എല്ലാ കാര്യങ്ങളും വായിക്കണം എന്നുള്ള എൻ്റെ ഒരു വൃത്തികെട്ട നിർബന്ധമാണ്. അതുകൊണ്ട് എനിക്ക് ചില പേജസ് സ്കിപ്പ് ചെയ്ത് കളയണം. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ബോറടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫെയറി ടെയിൽസിൻ്റെ കഥ ഇതിനകത്ത് പറയുന്നു, മീൻസ് സ്ലീപ്പായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിദ മുഹമ്മദ് എവിടെ ചെന്നാലും ഏതെങ്കിലും ഇപ്പോൾ അവിടെ എന്താണ് ഇജാസ് അലിയോട് സംസാരിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഫെയറി ടെയിൽസും എല്ലാ മതത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈ ഇജാസ് അലിക്ക് കാണാപ്പാടാണ്, അറിയും. അങ്ങനെ ഈ എൻസൈക്ലോപീഡിയയിലും വിക്കിപീഡിയയിലുമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലാ കഥകളും മതത്തിൻ്റെ, അത് ക്രിസ്ത്യൻ മതത്തിൻ്റെ ആയാലും അങ്ങനെ ഒരു ജൂത മതത്തിൻ്റെ ആയാലും അങ്ങനെ എല്ലാ മതത്തിൻ്റെയും കാര്യങ്ങൾ ഇതിനകത്ത് കഥകളായിട്ട് ഇതിനകത്ത് എഴുതും. നമുക്കത് എന്താണ് ഈ കഥ ഫിദ കലാച്ചിയിലെത്തുമോ എന്നുള്ളതിൻ്റെ ഇടയിൽ ഇതൊക്കെ വളരെ കുറച്ചൊക്കെ ആവാം, മിതമായിട്ടുള്ള രീതിയിലൊക്കെ ആവാം. ഇതെന്ന് പറഞ്ഞാൽ വളരെ ബോറായിട്ട് നമുക്ക് വായിച്ചിട്ട് കഴിഞ്ഞില്ലേ ഇതെന്ന് തോന്നുന്നത് പോലെ നമുക്ക് തോന്നും. അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരാളെ മെഹർ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു കസക്കിസ്ഥാനിൽ. ആ മെഹറിനെ പറയുമ്പോൾ മെഹറും ഇതുപോലെ തന്നെ കസക്കിസ്ഥാനിൻ്റെ ജോഗ്രഫിയും ഹിസ്റ്ററിയും. നമ്മൾക്ക് ഇതിനകത്ത് ഇടയ്ക്ക് എഴുത്തുകാരി വേറൊരു സുൽത്താൻ എന്ന് പറഞ്ഞ ഒരാൾ ഇതിൻ്റെ കുറച്ച് ഹിസ്റ്ററി പോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എഴുത്തുകാരി തന്നെ എഴുതുന്നുണ്ട്. ഇതൊക്കെ ഗൂഗിളിലും നോക്കിയാൽ എനിക്കും മനസ്സിലാവുന്നുണ്ട്. അത് തന്നെയാണ് എനിക്കും എഴുത്തുകാരിയോട് പറയാനുള്ളത്. കസക്കിസ്ഥാനിൻ്റെ ചരിത്രവും കാര്യങ്ങളും അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളും കാര്യങ്ങളും നോക്കിയാൽ നമുക്കും മനസ്സിലാവും ഈ അവരുടെ കാര്യങ്ങളെല്ലാം. അതേ അത്രയധികം ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും അധികം എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കതൊരു രസമായിട്ടുള്ള കാര്യം. ഇപ്പോൾ അവിടുത്തെ കുതിരയുടെ വിശേഷങ്ങളും ആ കുതിര എങ്ങനെയുള്ള കുതിരയാണെന്നും എങ്ങനെ വന്നതാണ്, ജെങ്കിസ് ഖാൻ്റെ കഥയും, അങ്ങനെ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഒന്നും കൂടി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100-300 പേജിലേക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു നോവലായിട്ട് മാറിപ്പോയത്. പക്ഷെ ഇത് വലിച്ചു
വലിച്ചു നീട്ടി എനിക്ക് ബോറടിച്ചു. ഇത് കഥ അങ്ങോട്ട് നീങ്ങുന്നുമില്ല. ഇവള് കലാച്ചിയിലെത്തുന്നു എന്നറിയാനായിട്ട് നമ്മൾ ആകാംക്ഷയോടെ വായിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ. അപ്പോൾ ഈ ഫിദ കാണുന്ന എല്ലാവരും വിക്കിപീഡിയയും എൻസൈക്ലോപീഡിയയും ഒക്കെ വിഴുങ്ങിയവരാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചില ഭാഗങ്ങൾ, അതായത് ഇപ്പം കോവിഡായിട്ട് ക്വാറന്റീനായിട്ട് കഴിയുമ്പോൾ ഹോട്ടലിൽ, ഇവിടെ താമസിക്കുന്ന ഹോട്ടലിൽ ക്വാറന്റീനായിട്ടുമ്പോൾ മെഹർ എന്ന് പറഞ്ഞ വ്യക്തി മുകളിലത്തെ നിലയിൽ നിന്ന് കയറ് കെട്ടി താഴത്തേക്ക് ഇറങ്ങി ഈ ഫിദയെ കാണുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാം. അതൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളാണ്. പോരാത്തതിന് ഇത് ഫിദനെ കണ്ട വശം യു ബ്ലഡി ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടാണ് മെഹർ ആദ്യം വിഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര ഇണപിരിയാത്ത ചേച്ചിയും അനിയത്തിയും പോലത്തെ ബന്ധമായി. എങ്ങനെയാണ് നമ്മളേനെ ആദ്യം തെറി വിളിച്ചിട്ട്, ഐ മീൻസ് നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര അടുത്ത സുഹൃത്തൊക്കെ ഉണ്ടെങ്കിൽ എന്താടാ ഡാഷേന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുക. അത് നമ്മൾ ആത്മബന്ധം കാണിക്കുന്നതാണ്. ഇതൊരു പരിചയമില്ലാത്ത ഒരാൾ യു ബ്ലഡി ഇന്ത്യൻസ് എന്ന് പറയും. ഇവൾ മാപ്പൊക്കെ പറഞ്ഞു മെഹർ, പക്ഷെ എന്നിൽ തന്നെയും ആ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഭയങ്കര ആത്മമിത്രങ്ങളെ പോലെയായി. എനിക്ക് അത് മനസ്സിലായില്ല എങ്ങനെയാണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൾ കാറിൽ കസക്കിസ്ഥാനിൽ പോകുമ്പോൾ കാർ ഡ്രൈവറായിട്ടുള്ള ആൾ പലസ്തീൻകാരനാണ്, അയാളുടെ ഭാര്യ ഇസ്രായേൽ ആണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്നിട്ട് ആ സ്ത്രീയുടെ പ്രസവം എടുക്കുന്നതും ആ പ്രസവത്തിന് നടക്കുന്ന കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയും. ആ സാറയും അസാദും തമ്മിലുള്ള പ്രസവവും ആ ചടങ്ങുകളും എന്തിനാണ് ഈ കഥയിൽ ആവശ്യമായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതില്ലെങ്കിലും കഥ മുന്നോട്ട് പോകും. ആ സാറയും അസാദും ഇല്ലെങ്കിലും കഥ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് ആവശ്യം. പിന്നെ ഇതിനകത്ത് അവസാനമൊക്കെ ചെല്ലുമ്പോൾ ഇവള് ക്വാറന്റീനാണല്ലോ, യാത്രകളൊന്നുമില്ല. ഇപ്പം കുതിരപ്പുറത്താണ് കലാച്ചിയിലേക്ക് പോകാനായിട്ട് ഇവള് പ്ലാൻ ചെയ്തിട്ട് ഇവിടെ പോകുന്നത്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ വഴി തെറ്റിയിട്ട്, അതായത് പെൺകുതിരേനെ തേടി പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവള് വഴി ഒറ്റപ്പെട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ കഴുകനും ചെന്നായിയും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ കഴുകനെയും ചെന്നായിയും ഈ ഫിദ ശുശ്രൂഷിക്കുകയും അവസാനം കഴുകൻ ഇവളുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയുന്ന ആ ഒരു ഫാൻറ്റസി എനിക്കത് മനസ്സിലായില്ല. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സാറാജ മാസിൻ്റെ ഹൗസ് ഓഫ് ഫ്ലെയിം ആൻഡ് ഷാഡോ ഒക്കെയാണ്. അതിനകത്ത് മാലാഖമാരും ഫേ ആൾക്കാരും വൂൾഫും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് മാജിക് ഉണ്ട്. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊരു ലിറ്റററി ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ കഴുകനെയും ചെന്നായിയും ഒക്കെ ഇതാക്കി എന്നിട്ട് ഈ കഴുകൻ ഫിദയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നിട്ടാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞു. അതൊരു കഴുകനാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വാവാ സുരേഷ് മൂർഖൻ പാമ്പിനെ ഒരു സ്ഥലത്തുനിന്ന് പിടിച്ച് രക്ഷിച്ച് കാട്ടിലേക്ക് ഒരു നെഞ്ചോട് ചേർത്തി കിടത്തി ഉറക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഡൈജസ്റ്റ് ആയില്ല. അതൊക്കെ എന്തിനാണ് ഈ പുസ്തകത്തിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നതെന്ന് എനിക്ക് ഒരു മനസ്സിലായി. അങ്ങനെ യാത്രയിൽ അവസാനം കലാച്ചിയിൽ എത്തുന്നതും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കലാച്ചിയിലെത്തിയിട്ട് പിന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ KR മീഡിയ എൻ്റെ വീഡിയോ കാണുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് വളരെ ദേഷ്യവും കാര്യങ്ങളുണ്ട്. അവരുടെ ഭരണരീതി താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾക്ക് ഇടതുപക്ഷമാണ്, നിങ്ങൾക്ക് ഹൃദയം ഇടതുപക്ഷത്തിൻ്റേതാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ട് ഈ എന്താ പറയുക, കേന്ദ്ര ഗവൺമെൻറ് BJP എന്ന് പറഞ്ഞ അവരോട് എതിർപ്പുകളുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞ് എഴുതുക. ഇതൊരു ഇതുപോലെ മെറ്റഫർ പോലെ, പൊളിറ്റിക്കൽ മെറ്റഫർ പോലെ എഴുതി വെച്ചേക്കാണ്. കാരണം കോവിഡ് കഴിഞ്ഞിട്ട്, ആ മഹാമാരി കഴിഞ്ഞിട്ട് ഇന്ത്യയിലെത്തുമ്പോൾ ഇവർ നിക്കാബും ഹിജാബും ഒന്നും ധരിക്കാതെ വരുമ്പോൾ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ അത് തെളിയിക്കണം എന്ന് നമ്മുടെ എയർപോർട്ടിൽ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും വേഷത്തിൽ ബാല്യകളികാരെ പോലെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു അബ്സേർഡായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് മെറ്റഫർ ആയാലും അങ്ങനെയൊന്നും നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ നടക്കാത്തിടത്തോളം കാലം
അതൊരു എന്താണ് ഒരു എന്താ പറയുക, ചിലപ്പോൾ വായിക്കുന്ന ഈ പുസ്തകം വായിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതായത് ഇടതുപക്ഷം ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ആവാം. പക്ഷെ അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. അതൊരു അബ്സേർഡ് ആയിട്ടുള്ള കാര്യമാണായിരുന്നു. വേറെ രീതിയിൽ എഴുതാമായിരുന്നു. അവരുടെ വെറുപ്പും കാര്യങ്ങളും ദേഷ്യവും ആ ഭരണ ഭരിക്കുന്നവരോടുള്ള ദേഷ്യവും കാര്യങ്ങളും എഴുതണം. അങ്ങനെ എഴുതുക തന്നെ വേണം. അതാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിനെ ഒരു എന്താണ് ഒരു അബ്സേർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എഴുതിയതായിട്ട് എനിക്ക് തോന്നി. ഇനി നിങ്ങൾക്കിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് പറയുക. അപ്പോൾ ഇത് വലിച്ചു നീട്ടി അവസാനം ഞാനിത് വായിച്ച് തീർത്തു. പുലർച്ചെ 1:30-2 മണി വരെയൊക്കെ കുത്തി ഇരുന്നിട്ട് ഞാൻ അത് വായിച്ച് തീർത്തു. എനിക്ക് തന്നെ വാശിയായി, അങ്ങനെ അങ്ങോട്ട് പറ്റില്ലല്ലോ, ഇത് വായിച്ച് തീർത്തിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ എൻ്റെ റിവ്യൂ. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഈ KR മീരയുടെ ഒരുപാട് ആരാധകരുള്ള ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിനോട് ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ വായിച്ചിട്ടുള്ളത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് എഴുതുക. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.